ഫൈനലി അമ്മ അങ്ങനെ ഇഞ്ചി വലിക്കാൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി പുറത്തെടുക്കാം. ഇപ്പം ഇഞ്ചി പറിക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ അമ്മ ടെറസിന് മുകളിൽ ചെടിയൊക്കെ കാണാൻ വന്ന സമയത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി പറിച്ചെടുക്കാനുള്ള ടൈമായി. അതുപോലെ തന്നെ അതിൻ്റെ ചെടികളൊക്കെ വാടി തുടങ്ങി, കുറേ കരിഞ്ഞു പോയി വാടി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു പറിക്കാമെന്ന്. അപ്പോൾ അമ്മ ശരിയെന്ന് പിന്നെ പറിച്ചോളൂ, ഇഞ്ചിപ്പുളി വെക്കാമെന്ന്. പിന്നെ ചാക്കിലൊക്കെ വെച്ചുകൊണ്ട് ചാക്ക് കുറച്ച് ദ്രവിച്ച് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും കഷ്ടപ്പെട്ടൊക്കെ കുറച്ച് ഇഞ്ചി പറിച്ചെടുക്കാമെന്ന് കരുതി. ആ ബാലൻസുള്ള ചാക്കും കേടുവരുത്താതെ പതുക്കെ ഞാൻ നോക്കിയും കണ്ടൊക്കെയാണ് ഇഞ്ചി പറിച്ചെടുത്തത്. പക്ഷെ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഷോക്കായി. കാരണം എന്താ വെച്ചാൽ വലിയ സൈസ് ഇഞ്ചി, അതായത് ഭയങ്കര വലുതുമാണ്. എനിക്ക് കിട്ടിയിടത്തോളം ഇതും ഭയങ്കര വലുതാണ്. കണ്ടില്ലേ, ഒരു 3 ലെയറായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇഞ്ചി കിട്ടുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ ഈ ഇഞ്ചി നട്ടത് ഒരു ഇടവേള കൃഷി എന്നുള്ള രീതിയിൽ വെറുതെ നട്ടതാണ്, വന്നാൽ വരട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ ഒരുപാട് കിട്ടി. ഞാൻ അധികം ശ്രദ്ധ കൊടുക്കാത്തൊരു ഏരിയയായിരുന്നു ഇഞ്ചിൻ്റെ കാര്യത്തിലും, പക്ഷെ അത് എന്നെ ഞെട്ടിച്ചു. ആ തക്കാളി പറിച്ചെടുത്ത സമയത്ത് തന്നെയാണ് ഞാൻ ഇഞ്ചി പറിച്ചെടുത്തത്. രാവിലെ തന്നെ ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇഞ്ചിക്കൊക്കെ നല്ല മണമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇഞ്ചിപ്പുളി വെക്കാം. ഈ ഇഞ്ചിയും തക്കാളിയൊക്കെ വീട്ടിക്കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ കൈയൊക്കെ തന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു. അതൊരു സന്തോഷമായിരുന്നു. പക്ഷെ വീഡിയോ എടുത്തില്ല, പിന്നെ റീക്രിയേഷൻ ചെയ്യാനൊന്നുമില്ല.